Hi everyone, this is Shweta. My name is Inder and welcome to our channel. It's time for next scene from movie Nando the Kattu. Let's watch it. Now Nahu. He's so cute, yaar. ഞാനതൊരു വിദ്യാന്ന് ആലോചിക്കുക. സത്യത്തിൽ മണ്ണെണ്ണ വാങ്ങിക്കാനല്ല ഞാൻ വന്നത്. അടച്ചു പോയെന്ന് പറഞ്ഞത് പലചരക്കടയാ. അരിയില്ല ചോറുണ്ടാക്കാൻ പറ്റുമോ? ഞാൻ അവരോട് 1000 തവണ പറഞ്ഞതാ. ഇവിടെ അരിയുണ്ടോ? രാവിലെ കട തുറന്ന പറഞ്ഞ് തിരിച്ചു തരാം. എടുത്തു കൊടുക്കും മോനെ. അപ്പൊ മണ്ണെണ്ണ വേണ്ടല്ലോ. വേണ്ട, അല്ലെങ്കിൽ വേണ്ട. സമ്മതിച്ചിരിക്കും. തിരിച്ചു തരുന്നത് ശരിയല്ലോ. എത്ര കമ്പനികൾ, എന്തെല്ലാം ജോലികൾ. നമുക്ക് സിനിമയിലോ മറ്റൊന്ന് ട്രൈ ചെയ്താലോ? ഞാനിത്തിരി സുന്ദരനായതുകൊണ്ട് എനിക്ക് ചിലപ്പോ ചാൻസ് കിട്ടും. പക്ഷെ നിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. അതെ, അതായിരിക്കും തിരി വന്നത്. എന്നെ വാശി പഠിപ്പിച്ചാലുണ്ടല്ലോ, ഞാനൊരു തെണ്ടലങ്ങ് നടക്കും. ഏതെങ്കിലും വിവരം കേട്ടവനൊരു ചാൻസ് തന്നാലേ പിന്നെ നിനക്ക് എന്നെ കാണണമെങ്കിൽ എന്റെ സെക്രട്ടറി സമ്മതമായിട്ട് വരുക. ഞാൻ ശ്രമം തുടങ്ങാൻ പോവാണ്. പിന്നെ നീ കിടന്നു. എന്ത് പട്ടിണി കിടന്നാലും നിനക്ക് ഇപ്പോഴും പഴയ സ്വഭാവം. എടാ, ഇന്നലെ രാത്രി വെട്ടി വിരിഞ്ഞത് അവള് തന്ന അരിയ. ഞാൻ ആ കുട്ടിയോട് താങ്ക്സ് പറഞ്ഞിട്ട് വരാം. പണ്ടാരെങ്കിലും ചെയ്യും. ശേഷം ഭാഗം സ്ക്രീനിൽ. കൂട്ടുകാരൻ ഇങ്ങോട്ട് കടയടയ്ക്കുന്നതിന് മുൻപ് മണ്ണെണ്ണ അരിയൊക്കെ വാങ്ങാൻ പറഞ്ഞില്ലേ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മുഖവരി വേണ്ട. അതെ അതെ, ഇത്രയും പരിചയമായ സ്ഥിതിക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ ആള് വലിയ തമാശക്കാരിയാണല്ലോ. ആദ്യം കണ്ടപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കണ്ട ഉടനെ ഉള്ള തമാശയെല്ലാം പറഞ്ഞു തീർക്കണ്ടെന്ന് കരുതിയോ? അപ്പോ ഞാൻ പറഞ്ഞ കാര്യം എന്ത് കാര്യം? ജോലി കിട്ടാൻ കുട്ടിക്ക് എന്നെ എവിടെയെങ്കിലും ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഈ ബികോം ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട്. സത്യത്തിൽ നിങ്ങൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ? എന്റെ അല്ല, ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത പോലെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ബികോം ഫസ്റ്റ് ക്ലാസിന്റെ കാര്യം. അയ്യോ, എന്റെ അച്ഛനാണ് സത്യം. ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സാ. She's cute. Sir, excuse me, the Malayalam film director Ivy sir Vidange. Don't get. Okay. അല്ല, ആരായത്? സിനിമയിൽ കാണുന്നത് പോലെ തന്നെ ഉണ്ട്. നിങ്ങൾ ആരാണ്? ഞാൻ സിനിമ ചേച്ചിയുടെ ഒരു ആരാധകനാണ്. അവളുടെ രാവുകൾ ഞാൻ 17 പ്രാവശ്യം കണ്ടു. അതുപോലെ ആരുടെ വാർത്ത, അനുബന്ധം, ഇതിലൊക്കെ സിനിമ ചേച്ചിയുടെ അഭിനയം മനോഹരമായിരുന്നു. അതുകൊണ്ട് ശശിസാറല്ലേ? എന്താ വിശേഷം? അത് സിനിമയിൽ അഭിനയിക്കാൻ മുൻപ് അഭിനയിച്ചിട്ടുണ്ട്. ഒരു അറബിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിലോ? സിനിമയിലല്ല, ജീവിതത്തില്. അല്ല, നാടകത്തിലും ജീവിതത്തിലും ഒക്കെ തുടർന്ന് അഭിനയിച്ച പോലെ. ഒന്ന് ശശി സാറിനോട് പറയൂ, അത് എവിടെയുണ്ട്? ശശിയേട്ടൻ ഭരണിയില്ല. ഭരണി ഭരണി സ്റ്റുഡിയോയില്. കൊല നടത്തിയതിനു ശേഷം ഭിത്തിൽ ഉപേക്ഷിച്ച് പോകത്തക്ക വിധം ബുദ്ധിയില്ലാത്തവനാണ് ഘാതകനും തോന്നുന്നില്ല. അഫീസുമായി ഒരു മൽപ്പിടുത്തം നടത്തി
മുന്നോട്ട് സ്ലോ ചെയ്യണം. ഞാൻ ടൈറ്റായിട്ട് ഫോളോ ചെയ്യാം. Hmm. ഓക്കെ ക്യാമറ ജയറാം ചോളി ഞാൻ പറയാം. ശരി സർ. സോമൻ ഞാൻ സൂം ബാക്ക് ചെയ്യും. സാർ ജയറാം ഇൻസ്പെക്ടർ ഇൻക്ലൂഡ് ആകുമ്പോൾ ഫയൽ ചെയ്യണം. ഓക്കെ സാർ. ചേച്ചിയാ പറഞ്ഞത് സാർ ഇവിടെ ഉണ്ടെന്ന്. എന്താണ് അഭിനയിക്കാൻ ഒരു ചെറിയ ചാൻസ്? അങ്ങോട്ട് മാറി. ഞാൻ നന്നായിട്ട് അഭിനയിക്കോ? എന്ത് റോളാണ് സാർ? സച്ചി ഒന്ന് മാറണം സാർ. പുതുമുഖങ്ങളെ അവഗണിക്കരുത്. എന്തായാലും കാലത്ത് എല്ലാവരും പുതുമുഖങ്ങളായിരുന്നല്ലോ. ഗായത്രിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുതുമുഖമായിരുന്നല്ലോ. ഒന്ന് പറഞ്ഞു കൊടുക്കും സാർ. സമ്മതിച്ചു. ഞങ്ങൾ നേരിട്ടോട്ടെ. God. കൊല നടത്തിയതിനു ശേഷം ഇത്തരം ഉപേക്ഷിച്ച് ബുദ്ധിയില്ലാത്തവനാണ്. എന്തായാലും മാറ്റി अरे again. സാർ മതിയായി സാർ, മതിയായി. എവിടെ കണ്ടാലും വെടിവെക്കാനാണ് പോലീസിന്റെ ഉത്തരവ്. ആരെ വെടിവെക്കാൻ? എന്നെ തന്നെ. സൈഡിൽ ഒരുവൻ പിസ്റ്റളുമായി എന്റെ പുറകെ ഓടി. ഇത്രയും കാലം ഞാൻ നാടുവരെ പണിയെടുത്തിട്ട് എന്നെ കൊണ്ട് വയ്യ. വർഗീസേ, ഈ ഒരവസ്ഥ വർഗീസും കൂടെ എന്നെ ഉപേക്ഷിച്ചു പോയാൽ ഏറ്റവും വലിയ ബിസിനസ് ഓഫർ ഉണ്ട്. വർഗീസ് കാരണം അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. എത്രയും പെട്ടെന്ന് കഴിഞ്ഞത്തോളം ചരക്കെത്തണം. പെരേര ഓഫർ കളയുന്നത് ബുദ്ധിയല്ല. നമ്മുടെ ബിസിനസ് കേന്ദ്രമായിരുന്ന ഹോട്ടലോ മരുത്തി ഓഫീസിലും എത്തി. ഇനി എവിടെയാണ് നമ്മൾ ചരക്ക് സൂക്ഷിക്കുക? ഒരു പ്രാവശ്യത്തേക്ക് ഇവിടെ വെച്ച് നമുക്ക് ഡീൽ ചെയ്യാം. ബാലേട്ടാ, ശബനം മുടക്കി നീ എന്നെ കൊല്ലാറിയിരിക്കുക. എന്താ ബാലേട്ട പറയുന്നത്? ഞാൻ ബാലേട്ടിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. വിരോധമില്ല. ഇവിടുന്ന് നേരെ പോയി ഇടത്തോട്ട് നിൽക്കാനുണ്ടായിരുന്നു. അന്നത്തെ അടിയുടെ വേദന ഇതുവരെ മാറിയിട്ടില്ല. എന്റെ പൊന്നുദാസ, ഞാൻ ആർക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഇനി നീ എന്നെ തല്ലു ഒളിക്കരുത്. 2 മക്കളുള്ള ഒരു തന്തയുടെ അപേക്ഷയാണ് മോനെ. ബാലേട്ട, ബാലേട്ടെ തല്ലു ഒളിച്ചിട്ട് എനിക്ക് എന്ത് ലാഭം? അതെന്താ ബാലേട്ട മനസ്സിലാക്കാത്തത്? മനസ്സിലാക്കിയത്തോളം മതിയൊരു പോരാ. ജോലി തിരിച്ചെടുക്കാൻ ഞാൻ മുതലോട് പറയില്ല. പിരിച്ചുവിട്ടതിന് കാരണം എന്തെങ്കിലും കാണുമല്ലോ? ഒരു കാരണവുമില്ല. സത്യം പറയട്ടെ ബാലേട്ട, പട്ടിണിയിലാണ്. ഒരു പട്ടിണി. കണ്ണില്ലാത്തവനും കുഷ്ഠരോഗികൾക്കൊക്കെ പിച്ചെടുത്ത് ജീവിക്കാം. പുതിയ പുരയ്ക്കൽ നാരായണ കുറിച്ചാണ് പോലെ തണ്ടും തടി ഉണ്ടായിപ്പോയി. അതുകൊണ്ട് ഇറക്കാനും വയ്യ. കാശ് ചോദിക്കാനല്ല ഞാൻ വന്നത്. ജോലിയുടെ ഇനി അയാളുടെ തോന്നയ്യ. നമുക്ക് വേറെ എന്തെങ്കിലും അന്വേഷിക്കാം. നീ വേണ്ട വരട്ടെ, ഞാനല്ലേ വരുന്നത്. ഇപ്പൊ വേണ്ട. അത്യാവശ്യം വരികയാണെങ്കിൽ ഞാൻ പിന്നെ ഒന്ന് വാങ്ങിച്ചോളാം. Okay. ഏയ് അങ്ങനൊന്നുമില്ല. 2 ദിവസമായിട്ട് ഇങ്ങോട്ട്. അതാ ഇപ്പൊ ആകെയുള്ളൊരു ബുദ്ധിമുട്ട്. താമസിക്കുന്ന കുറെ പേര് വെങ്കടേശന് പേര് ഒഴിഞ്ഞു പോയത്.
വിശേഷം? എന്റെ അമ്മ മരിച്ചു. Problems at home. കാര്യങ്ങൾ കത്തയക്കുമോ? ശവാളൊക്കെ കരുതി തെറ്റിയാൽ മതിയെന്നാണ്. പാവം കുട്ടി എത്ര വിഷമിക്കുന്നുണ്ടാവും. സ്വന്തം അമ്മയല്ലേ. അയാളുടെ കയ്യിൽ കാശൊന്നും ഇല്ലെന്നാ തോന്നുന്നു. ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ആരുമില്ല. എന്റെ കുറച്ച് രൂപയുണ്ടമ്മേ. അയാൾക്ക് ചിലപ്പോ നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ. ശരിയാ, അതിന്റെ എവിടുന്ന കാശ്? മോൾ അതിന് എടുത്തു കൊടുത്തേ. അമ്മയമ്മ വയ്യ മോളെ, എനിക്ക് ആ കുട്ടിയെ കാണാൻ വയ്യ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണേ? അയാൾക്കൊരു ആശ്വാസമാവട്ടെ. ശരി, മോൾ അതിന് എടുത്തുണ്ടോ? പുറത്തോട്ടു എല്ലാം കഴിഞ്ഞിട്ട് 3-4 ദിവസമായി. അവിടെ ഇനി ആരെ കാണാനില്ല. എന്നാലും വീട്ടുകാര് എനിക്ക് വീട് വീട്ടുകാരൊന്നുമില്ല. എന്താ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്? അമ്മ പറഞ്ഞു എന്തെങ്കിലും കഴിക്കേ. Where is the other guy? എനിക്ക് തീരെ വിശപ്പൊന്നുമില്ല. അമ്മ പറഞ്ഞു കഴിക്കാതെ പറ്റില്ലെന്ന് പറയും. പറഞ്ഞേ എനിക്ക് മാത്രം കൊണ്ടുപോകും. നിങ്ങൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടായി അല്ലേ? ഏതർത്ഥത്തിൽ? ഇപ്പൊ ഒരു കാര്യം ഭക്ഷണം കൊണ്ടുവന്നാണോ ഉദ്ദേശിക്കുന്നത്? ഓ, ഭയങ്കര ബുദ്ധിമുട്ടായി. ഞങ്ങൾ അത്രയ്ക്കും മനുഷ്യത്വമില്ലാത്തതല്ലേ. അയ്യോ അതല്ല, എന്നാ കഴിച്ചേ. അമ്മയെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണമെന്ന് വിചാരിച്ചിരുന്നതാ. ഇനിയിപ്പോ അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാനൊരു നല്ല നിലയിൽ എത്തിക്കാണാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്ത് ചെയ്യാൻ, തലയിലെ പല ശരിയായില്ല. ഞങ്ങളുടെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ട വീട്ടിലായിരുന്നു അമ്മ. ഉടനെ വിവരം അറിയിക്കാൻ അവർക്ക് എന്റെ മേലുല്ലാസം അറിയില്ല. അമ്മയുടെ ഇരുത്ത് പൊട്ടിക്കരിയുന്ന 2 ദിവസം മുമ്പാണല്ലേ ഈ അഡ്രസ് കിട്ടിയത്. ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. എല്ലാ കുടുംബങ്ങളും കണ്ടു നിൽക്കാനുള്ള കഴിവേ നമുക്കൊക്കെ ഉള്ളൂ. എന്റെ അച്ഛൻ ഒരു ആക്സിഡന്റിലാണ് മരിച്ചത്. ഡ്രൈവറായി. കാലത്ത് എന്റെ കയ്യിൽ നിന്ന് ചോറുപതി വാങ്ങിച്ചു പോയതാ. രാത്രി നാളെ കഴിഞ്ഞു. പിന്നെ ഒരിക്കലൊരു ആംബുലൻസ് വരെ വന്നത്. എത്രയോ ദിവസം കഴിഞ്ഞിട്ട് എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ വിളിച്ചോണ്ട് അച്ഛൻ വരാൻ്റെ ഇരിപ്പുണ്ടാവുന്നു വെറുതെ ആഗ്രഹിക്കും. കുറെ കഴിഞ്ഞപ്പോ മറക്കാൻ ശ്രമിച്ചു. മറന്നേ പറ്റൂ. ഈ നേരത്ത് പറയാൻ പാടില്ലായിരുന്നു. എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയാത്തോണ്ട് പറഞ്ഞു പോയതാണ്. I feel bad for him. But now that Right है shooting gun. वो भी भाग रहा था. They really don't know that they are not a CID people and all. But वो मतलब बोलते हैं ना हर जगह पे confidence हो जाता है Yes, यार. it's fun to watch that. Yeah. I want to see when actually will the face off happen and everything. But now this mom thing and everything is like that's sad, of course. But like of course they are getting connected with each other. So that's a good this thing. girl She's also and getting yeah. connected वो emotionally. with उन्होंने भी emotions में बोल दिया ना about all the that problems thing. Yeah. like they're facing through and everything. So that's a good one.
Cool. We'll watch more and more scenes. Meanwhile, guys, do like, subscribe, Share, comment, click on the bell icon.